ഗുഡ് മോർണിംഗ്. അല്ല, ചോദിക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ വീഡിയോ പിടിക്കുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ച വെറുതെ ഇരുന്നാണ്. എന്താണ് ഇന്ന് വിശേഷമായിട്ട് സാരിയെ കൊടുത്തിട്ട് എന്താ സംഭവം? ഇത് കഴിഞ്ഞിട്ട് എവിടേക്കാരും പോകുന്നുണ്ടോ? കുറച്ച് ദിവസം ഓണൊക്കെ അല്ലേ, പിന്നെ എന്റെ കുടുംബാംഗത്തിലെ 1-2 പേര് എന്നോട് സാരി ഉടുത്തിട്ട് ഇടയ്ക്കൊക്കെ വന്നൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിപ്പോ അവര് കേൾക്കുമ്പോ അവർക്ക് അറിയാം ആരാണ്. അപ്പൊ കോട്ടൺ സാരിയോ കൊടുത്താൽ മതി, അപ്പൊ അത് ഉടുത്തിട്ട് ഇടയ്ക്കൊക്കെ വന്നൂടെ. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ്. അമ്മൂസിന് ഇങ്ങനെ പറഞ്ഞു, അമ്മൂസിന് അത് കംഫർട്ട് ആണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്നാ പിന്നെ ഓണത്തിന്റെ കുറച്ച് ദിവസം സാരി ഉടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചു. അവരുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പൊ ഞാൻ അത് നിർത്തണ്ടേ? അല്ലെങ്കിൽ അവര് വിചാരിക്കില്ലേ, അവര് ഇത്രത്തോടെ എന്നെ സ്നേഹിച്ചിട്ട് പിന്നെ അവര് പറയണ ഒരു ഒന്നിനും ഞാനൊരു എന്താ പറയാ, അവരുടെ ഇഷ്ടത്തിൽ. അല്ല, ചില അഭിപ്രായങ്ങൾ കേൾക്കണം, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ശരിയാണ്, അതെ, ചെയ്യാൻ പറ്റുന്നതല്ലേ ഒരു സാരി ഉടുക്കുന്നത് ഇത്ര വലിയ കാര്യം. അതെന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ, ഞാൻ ചിക്മംഗ്ലൂർ കർണാടകയിലാവുമ്പോൾ എല്ലാ ദിവസവും സാരി കൊടുത്തിരുന്നു. നൈറ്റ് മാത്രമേ നൈറ്റ് എന്ന് പറയുന്നത് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ നോക്കി, പിന്നെ അതിങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് നൈറ്റിലേക്ക് പിന്നെ മാറി. പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സാരി ഉടുത്തിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്, അല്ലെങ്കിൽ സാരിയാണ് ഇഷ്ടം, പക്ഷെ അത് ഉടുത്ത ഒരു കംഫർട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും തോന്നാൻ വേണ്ടിയില്ല അല്ലേ? അതാണ്. പിന്നെ ഇങ്ങനെ നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് അതും ഒരു നമുക്കൊരു ഇറുകിയിട്ടുള്ള ഒരു ഇതുപോലെയൊക്കെ തോന്നും. അത് നൈറ്റ് ആകുമ്പോൾ കുറച്ച് ഫ്രീ അല്ലേ, ഇങ്ങനെ ലൂസായി കിടക്കുമല്ലോ. അല്ല, ഇത് PSC എക്സാമിന്റെ ചോദ്യം ഒന്നുമില്ല, ചെറിയൊരു ചോദ്യം ചോദിച്ചു. എന്തിനപ്പോ ഇത്രയൊക്കെ ഉത്തരം? അത് പോട്ടെ. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉള്ളത് എന്താ അറിയോ, ഓണൊക്കെ ആയിട്ട്. സുന്ദരിയായി എന്റെ അമ്മ കേട്ടോ, ആണോ? പറയണ്ടേ? പിന്നെ താങ്ക് യു. അപ്പൊ എന്താ അറിയോ, ഞാനെങ്കിലും പറയണ്ടേ? എന്താ അറിയോ, അല്ലെങ്കിലും സ്ത്രീകൾക്ക് സാരി തന്നെയാണ് ഭംഗി, അതെനിക്കും അറിയാം. സാരി ഉടുത്ത അത്രയും ഭംഗി അല്ല, അമ്മക്കൊരു ഇത്തിരി സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ്. അമ്മ തന്നെയാണ് ഞാൻ നൈറ്റ് കൊടുത്താൽ സാരി കൊടുത്താൽ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അത് സാരി. അതെ, അത് പിന്നെ ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ ഞാൻ എന്താ അറിയോ, ഓണത്തിന് എനിക്കറിയുന്ന എന്തെങ്കിലും കുറച്ച് വിഭവങ്ങളെങ്കിലും ഞാൻ കാണിക്കണ്ടേ ഓണായിട്ട്. അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കണ പോലെ ഉള്ള രീതി അതേ എനിക്ക് അറിയുള്ളൂ, അതല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതല്ല, ഞാൻ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ അച്ഛന്റെ വീട്ടില് അവര് ഈ കുറുക്ക് കാണാൻ അങ്ങനെയുള്ളതൊക്കെ അവരുടെ അവരുടെ ഏതാ? അമ്മയുടെ അച്ഛന്റെ അല്ല, പള്ളിയിലച്ഛന്റെ, എന്റെ അച്ഛന്റെ. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ എന്റെ അമ്മ ഉണ്ടാക്കുന്നത് അതൊക്കെ തന്നെ എനിക്കറിയുള്ളൂ. അതിന്റെ മുമ്പ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അടുക്കളയിലെ കാര്യമൊന്നും, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു, ബാക്കിയുള്ളവർ ഉണ്ടാക്കി തരാണ്ടായിരുന്നു, സോമ്പേരി ആയിരുന്നു എന്നൊക്കെ പറയാം. വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചി. അതിന് ഇഞ്ചിക്കറി എന്നാ ഞങ്ങൾ പറയാ, പുളിയിഞ്ചിട്ടും പറയുമല്ലോ. അപ്പൊ അതെന്താ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോ എന്താ ഒരു ഡബ്ബി എടുത്ത് വെച്ചിരിക്കണം? അത് കായം. കായല്ലേ? എന്താ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. ഇതിന് അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കുറച്ചിങ്ങനെ എടുത്തു എന്നുള്ളൂ. അളവ് അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ കറിവേപ്പില, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ മുളക് പൊടി, കായം, ഉണക്കമുളക്, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, ഉണക്കമുളക്, ഉലുവാപ്പൊടി, കറിവേപ്പില, കായം, പിന്നെ പുളി. പുളി, പിന്നെ ശർക്കര ആവശ്യത്തിന്. ഇത് കുറച്ച് കൂടുതൽ പൊടിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് നിന്നെടുക്കുക. ശർക്കര അത് കല്ലില്ലാത്ത ശർക്കരയാണ്. പിന്നെ മഞ്ഞപ്പൊടി, കടുക്, ഉപ്പ്, എണ്ണ. അവരെങ്ങനെ വന്നിട്ട് അമ്മയുടെ ഈ ചെറിയൊരു ഇതിൻ്റെ ഉടനെ ശർക്കര വന്നെടുക്കാൻ വരും? അതല്ല ഞാൻ പറഞ്ഞതാ, എന്നോട് എടുക്കാം. പൊടിച്ച് വെക്കുമ്പോ കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചു. അത് ഒത്തിരി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചോളൂ, പിടിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കിങ്ങനെ ചമച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പൊ എണ്ണ ഒഴിച്ചു, ആവശ്യമുള്ളത് എടുക്കാന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വെക്കൂ, മാറ്റി വെക്കൂ, നീക്കി വെക്കൂ. നീക്കി വെക്കാൻ സൗകര്യമില്ല. എണ്ണ ചൂടാവട്ടെ. ദുഷ്ടിയാണ് അമ്മ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ തന്നെ ചെയ്യാ. എണ്ണ ചൂടാവട്ടെ. അപ്പൊ നമുക്ക് പുളിയിഞ്ചി തുടങ്ങാം. അപ്പൊ എനിക്ക് പണ്ടൊരു കാലത്ത് ഈ പുളിയിഞ്ചി ഉണ്ടായത് എങ്ങനെയാന്ന് നമ്മൊരു കഥ പറയും. നിന്റെ അച്ചാച്ചനില്ലേ, അല്ലെ അച്ഛൻ്റെ അച്ഛൻ? അതന്നെയല്ലേ അച്ചാച്ചൻ. അച്ചാച്ചൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു അച്ചാച്ചനെ വിളിക്കുക, അതുകൊണ്ടാ പറഞ്ഞു. അപ്പൊ അച്ചാച്ചന് പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ എന്റെ ഭഗവാനെ, അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യം വേണ്ട. അങ്ങർക്ക് ഭയങ്കര പ്രിയമാണ് പുളിയിഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഏതായി നമ്മള് നമുക്കെന്ന് പറഞ്ഞാൽ നിന്നെയും കൂടി കൂട്ടി അങ്ങനെ എനിക്ക് അതിനുള്ള സ്ഥാനം തന്നോ? വെരി ഗുഡ്, താങ്ക് യു. നമ്മളത് അംഗീകരിച്ചു.
ആണല്ലേ ഞാൻ ഉണക്കമുളക് ഇടാൻ പോവായിരിക്കും അല്ലേ? ഭഗവാനെ ഇടും ഇടുമ്പോഴേക്കും ഞാൻ റെഡിയാവട്ടെ. കുറച്ച് ദൂരം നോക്കാം കറിവേപ്പില ഇടാൻ പോവാണ്. അമ്മ ഇത് വല്ലാത്ത കറിവേപ്പില ഇടലായല്ലോ, ഞാൻ പേടിച്ചു. അത് കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇനി ഇഞ്ചി. അത് ഇഞ്ചി തന്നെയല്ലേ അമ്മ പറഞ്ഞത്? കുഞ്ചിന്നൊന്നല്ലല്ലോ. എന്നെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇഞ്ചി കുഞ്ചിന്നൊക്കെ വിളിക്കണ്ടാന്നില്ലേ, രഞ്ജിന്നൊക്കെ കുട്ടിക്ക്. അല്ല അത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇപ്പോഴൊന്നും വിളിക്കില്ല, പണ്ടൊക്കെ സ്ഥിരം വിളിയായിരുന്നു. മതി മതി മതി. ഓ അമ്മ പറയുമ്പോഴേക്കും തുടങ്ങി. ഓ അങ്ങനെയൊക്കെ നമുക്കൊരു ഇത്തിരി സന്തോഷം വന്നല്ലോ, അത് മതി. ഇഞ്ചി ഒന്ന് നോക്കണം, അതായത് കുറച്ചും കൂടി ആവണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ അമ്മ കുറച്ച് ദിവസം സാരി എടുത്തിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് സാരി 4-5 ദിവസമൊക്കെ നോക്കാം. അപ്പോൾ ഈ ക്ലൈമറ്റിൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. ചോദിച്ചതാണ്, അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇനി അതിലെന്താണ്? പച്ചമുളക്. ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചു, അതോട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അമ്മ പറയണം. അത് എപ്പോഴാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പലരും പല വിധത്തിലുള്ള ഈ ഉരുളിക്ക് എത്ര വർഷത്തെ? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഞ്ചി ഇങ്ങനെ വറുത്തിട്ട് പിന്നെ അതിനെ പൊടിക്കുക. പക്ഷെ അതിനേക്കാളും നല്ലത് ഇതാണ്, ഈ വറുത്തിട്ട് പൊടിച്ചിട്ട് എന്നൊക്കെ പറയുന്നത്. ഇഞ്ചി വറുക്കും എന്നിട്ട് അതിനൊന്ന് മിക്സിയിലോ കല്ലിലോ ഇട്ട് പൊടിച്ചിട്ടുണ്ടാക്കുന്നു പറയുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാളും താല്പര്യം എങ്ങനെയാണ്. നല്ല മണല്ലേ? നല്ല മണല്ലേ? നല്ല മണം. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണല്ലോ അമ്മേ. അമ്മ ഈ ഉരുളിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇത് എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ മുമ്പ് ഉള്ളതാകുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ഇതവിടെ ഉണ്ട്. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. മഞ്ഞപ്പൊടി അതുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ എത്ര വർഷം പഴക്കമുണ്ടാവും? അത് അറിയില്ല. അത് ആർക്കോ കുറുക്ക് കൊടുക്കാൻ ഉണ്ടാക്കി അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. പിന്നെ മുളക് പൊടി കേട്ടോ. ഇനി ആ കഥ നമ്മ പറയണ്ട. മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഈ പുളി വെള്ളം ഇട്ടു. ഇതിനാവശ്യമുള്ള ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, അല്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. എന്താണെന്ന് ഇത്രയേ ഉള്ളൂ. അതിനുള്ള ഇതിൽ ഞാൻ പുളി ഇട്ടിട്ടുണ്ട്. ഇതറിയാത്ത ഒരു മലയാളി ഉണ്ടാവും. ഈ പുളിയിഞ്ചി ഉണ്ടാക്കാറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ലല്ലോ. അത് ശരിയാ. എല്ലാവരും ഇത് എല്ലാ സദ്യക്കും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ കൊടുത്ത് ഇത് നന്നായി കളക്കട്ടെ. അല്ലേ, ശരിക്കും കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ പുളിയിഞ്ചി? അതെ അതെ. അമ്മയൊക്കെ ഓണം വിഷുവിന് മാത്രം അത് ഉണ്ടാക്കും. എൻ്റെ അമ്മ അതെ. ഇവിടെ അച്ഛൻ്റെ നിന്റെ അച്ഛൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. അച്ഛനെ എപ്പോൾ കഴിക്കണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഉണ്ടാക്കും. പക്ഷേ എൻ്റെ ഈ അമ്മയും ഓണത്തിനും വിഷുവിനും മാത്രം ഉണ്ടാക്കുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ലേ. ഉണ്ടാക്കണ്ടോ? അല്ലാത്തപ്പോൾ ഉണ്ടാക്കി എന്താ അങ്ങനെ ഉണ്ടാക്കാനില്ല. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് ആവട്ടെ. ആയിക്കോട്ടെ. അതുകൊണ്ട് നന്നായി പുളി മുളകും ഉപ്പും ഇതൊക്കെ കൂടി ഒന്ന് ഇതാവട്ടെ. അതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ പറഞ്ഞമ്മ? ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ക്വസ്റ്റ്യനാണ് കേട്ടോ. സാധാരണ ഒരു ചോദ്യമാണ്. എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം, എല്ലാവരും അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതിനെ പറ്റിയാണ് ഞാൻ ചോദിക്കാൻ പോണത്. മനസ്സിലായില്ലേ? ഒറ്റ ചോദ്യം കേട്ടോ. അമ്മ, ജീവിതത്തിൽ എല്ലാത്തിൻ്റെ തുടക്കം അവസാനിക്കുന്നത് തെറ്റിൽ നിന്നാണ്. തെറ്റ് എന്താണ്? തെറ്റ് ആരാണ് തെറ്റ് ചെയ്യാത്തവർ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞാൽ, ഒരാളുടെ ജീവിതം അതിൻ്റെ തുടർ യാത്ര അവസാനിക്കുന്നത് തെറ്റിൽ നിന്നാണ് അല്ലേ?
ഒരാളുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അത് തുടങ്ങാൻ പോകുമ്പോൾ അവൻ ചെയ്ത പഴയ തെറ്റിൽ നിന്ന് അത് മുടങ്ങിപ്പോകുന്നു. ഒരുത്തൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോണത് അവൻ ചെയ്ത ഒരു തെറ്റിൽ നിന്ന്. അപ്പം ഞാൻ ചോദിക്കണത്, ഈ തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ ലോകത്ത് എവിടെയും? തെറ്റ് ഏതെങ്കിലും ഒരു ഇനി അഥവാ ഇന്നലകളിൽ ചെയ്തില്ലെങ്കിൽ അവൻ ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്തിരിക്കും. ഒരു ചെറിയ തെറ്റെങ്കിലും എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല, ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത പക്ഷേ ഇതിൽ ഏറ്റവും കഴിവുള്ള ആൾക്കാരാരെന്ന് പറഞ്ഞു കേട്ടോളൂ. കുറച്ച് ശർക്കര നമ്മുടെ ആവശ്യത്തിന്. കഴിവുള്ള ആൾക്കാരാരെന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റുകൾ അവർ മരിക്കുന്ന വരെ ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നത്. പക്ഷെ ചിലരുടെ തെറ്റുകൾ പറയരുതേന്ന് വിചാരിച്ചാലും ലോകം മുഴുവൻ അറിഞ്ഞു പോകും. അങ്ങനെയാണ് ഈ തെറ്റിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. മറച്ചു വെക്കാൻ കഴിവുള്ള ഒരു ഒരു കാലത്ത് മരിച്ചു പോയാലും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തുറന്ന മനസ്സിലാവുന്നോ അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കളുള്ളവരുടെ തെറ്റുകളൊക്കെ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പാട്ടാവും അല്ലേ? അതിൻ്റെ പിന്നാമ്പുറത്ത് അസൂയ എന്നുള്ളൊരു വാക്കും കൂടി ഉണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലാത്തത് കൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടേണ്ട മനുഷ്യരാണോ ചിലർ? ഒരിക്കലും അല്ല. കാരണം എന്താ പറയുക, ലോകം മുഴുവൻ തെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തെറ്റ് ചെയ്യുന്നു. ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഒരാൾക്കാർ നമുക്ക് കാണാൻ പറ്റില്ല. അത് വെറുതെ പറയും, ഞാൻ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവനവന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നൈറ്റ് തിയേറ്റർ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു വൈക്ലഭ്യം പോലെ, പക്ഷെ സാരി എടുത്ത് നിൽക്കുമ്പോൾ അമ്മ വളരെ സന്തോഷവതിയാണല്ലോ, അതെന്താണ്? ആ ഒരു ഗെട്ടപ്പ് മാറുമ്പോൾ മനുഷ്യൻ്റെ എന്തെങ്കിലും ഒന്ന് മാറുമോ? ആയിരിക്കും. അപ്പൊ കണ്ടിന്യൂ പ്ലീസ്. അപ്പൊ തെറ്റെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാവരും ചെയ്യും. പക്ഷെ എന്താ പറയുക, ഇതിലൊരു വ്യത്യാസം ഉള്ളത്. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നിന്നെക്കാളും വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചോ. അപ്പോ ഞാൻ ആ തെറ്റ് ഒരു വലിയ തെറ്റേ അല്ല, ഇത് ഞാൻ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല, നമ്മുടെ മനസ്സാക്ഷികളും അറിഞ്ഞിട്ടുണ്ടാവുന്നുള്ള ഒരു ബോധവും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും, നിന്നോട് അതേ നീ അന്ന് ആ തെറ്റ് ചെയ്ത് ഭയങ്കര മോശമായി പോയിട്ടാ, അത് പക്ഷെ എന്താ പറയാ, എല്ലാവരും നിന്നെക്കുറിച്ച് അത് പറയുന്നു, ഇത് പറഞ്ഞു, നീ എവിടെ പോയാലും നിനക്കത് ബ്ലാക്ക് മാർക്കാണ് എന്ന് പറയും. അപ്പൊ നിന്റെ മനസ്സെന്താവും, ദൈവമേ ഞാൻ ഇത്രയും വലിയ തെറ്റാണോ ചെയ്തത്, ഞാൻ ഈ തെറ്റിൽ നിന്നൊക്കെ മാറിയപ്പോൾ ഞാൻ നന്നായി ജീവിക്കല്ലേ, എന്നിട്ടും എന്താണ് അവരെന്നെ എങ്ങനെ പറഞ്ഞത് നിനക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആ നീ എന്താവും, ഓ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരു പ്രോത്സാഹനക്കുറവ്, ഒരു നിരാശ, അവനെന്നെ എന്തോ ഒരു നമുക്ക് തന്നെ ഒരു വിശ്വാസക്കുറവ്, വിശ്വാസമില്ലായ്മ. ഓ ഞാൻ എത്ര നന്നായാലും ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം എന്നെ എല്ലാവരും ഇങ്ങനെയാണോ കാണേണ്ടത് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ വേണ്ടത്, ആ സമയത്ത് ആ കോൺഫിഡൻസ് ഇല്ലായ്മയും നിരാശയും, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും ചിന്തിക്കരുത്. അവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല, ഞാൻ ജീവിച്ചത് അങ്ങനെ ഒരു തെറ്റെൻ്റെ സംഭവിച്ചു, പക്ഷെ ഞാനിപ്പോൾ നന്നായി, അങ്ങനെ ഒന്നും പറയരുത്. അതിലൊന്നും അവർ തൃപ്തരാവില്ല. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയും, പിന്നെ അവനിപ്പോൾ നന്നായി ഇത്തരായി, അയ്യേ അവരൊക്കെ നന്നാവുമ്പോഴുണ്ടോ, അവൻ പറയാണ് ഞാനവൻ പറഞ്ഞപ്പോൾ കേട്ടിരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു തിരസ്കാര മനോഭാവം ഉണ്ടാകും അവർക്ക്. അപ്പോൾ എന്താ വേണ്ടതറിയോ, അവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയണം, അതെ ഞാൻ അന്നൊരു തെറ്റ് ചെയ്തു, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പം ഞാനേ ആ തെറ്റ് തിരുത്തി ജീവിക്കാൻ എനിക്കറിയാം, താൻ പോടാ തലശ്ശേരി നോക്കിയിട്ട് പറയണം. അത് പെണ്ണാണെങ്കിൽ പെണ്ണിനോട്, ആണാണെങ്കിൽ ആണിനോട് പറയുക വേണം. എന്താ പറയുക, നല്ല എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇതിനു വേണ്ടി കുത്തി നോവിച്ച് ഒരാളെ വിഷമിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന എന്താ പറയുക ഒരു ജാതി സാഡിസ്റ്റ് മനോഭാവം ഉള്ളവരോടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നല്ല ആൾക്കാരുണ്ടാവും, മോനെ അന്നത്തെ പോലെ ഒന്നും തെറ്റൊന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ ജീവിക്കും മോനെ, നീ നന്നായി കാണാൻ, അത് നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്നേഹം കൊണ്ട് അവരോട് ഞാൻ ഇനി അങ്ങനെ നടക്കുള്ളൂ എന്ന് പറയാം. അതെന്താ പറഞ്ഞാൽ അവർക്ക് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം. കാരണം അവർ നമ്മുടെ നന്മയെ കുറിച്ചാണ്. അത് വാത്സല്യം കൊണ്ട് വാത്സല്യം കൊണ്ടുള്ള തിരുത്തലാണ്. മറ്റത് അതല്ല, നീ വേദനിക്കണം, അത് ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഒരു സന്തോഷം കിട്ടാൻ. അതുകൊണ്ട് നീ എന്നുള്ള ഒരു വ്യക്തിത്വം തകർന്നു പോകണം, നിനക്ക് ജീവിതത്തിൽ ഒന്നിനും പറ്റാണ്ടാവണം, നീ നാളത്തെ സ്വപ്നങ്ങൾ കാണാണ്ടാവണം, നീ എന്നേക്കും മുരടിച്ചു പോയി ഒരു ചെടി പോലെ ആവണം, അല്ലേ? അങ്ങനെയുള്ള ഉദ്ദേശ മനോഭാവം കൊണ്ടാണ് ഇത് പറയുന്നത്. ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് എല്ലാവരോടും അങ്ങനെ പറയണമെന്നല്ല. അങ്ങനെ ചിലരുണ്ട് നമ്മുടെ ചുറ്റും ഉള്ളത്, കൂടുതലും അങ്ങനെയുള്ളവരാണ്. നല്ല രീതിയിൽ പറയുന്നവർ കുറവാണ്, അല്ലേ?
അങ്ങനെയുള്ള അങ്ങനെ നോക്കി പറഞ്ഞിട്ട് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നിന്റെ വിജയത്തിലേക്ക് നീ എത്തണം. നിന്റെ കോൺഫിഡൻസ് നീ കൈ വെടിയരുത്. നിന്റെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് നീ ഒരിക്കലും നന്നാവില്ല. അന്ന് ഈ തെറ്റ് ചെയ്ത നീ ഇനി ഒരിക്കലും നീ നന്നാവാൻ പോണില്ല. കാരണം നിന്നെ ഈ സമൂഹം വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ദിവസം നിന്റെ ഓരോ അടി നീ മുന്നോട്ടെടുത്ത് വയ്ക്കുമ്പോൾ നിന്നെ കയറിട്ട് വലിക്കുമ്പോൾ പിന്നാക്കം വലിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെ അമ്മ പറഞ്ഞ പോടോ തൻ്റെ പണി നോക്കി, അങ്ങനെ ഒരു വാക്കം പറഞ്ഞ് അവരുടെ കണ്ണ് നോക്കി പറയണം, നീ വിചാരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ, അന്ന് നീ പറഞ്ഞ ആ തെറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് ഞാൻ, നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് നേരെ ആ പരിസരം, ആ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് എവിടെ നിന്ന് വരുന്നുണ്ടോ ആ സ്ഥലത്തു നിന്നും ആ പരിസരത്തു നിന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വേരോടെ പറിച്ച് കളഞ്ഞ് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം, അല്ലേ? അതുപോലെ ചിലർ കണ്ടിട്ടുണ്ടോ, കല്യാണ പ്രായമായി കുറച്ച് 1, 2, 3 വർഷമായി കഴിഞ്ഞാൽ അതെ കല്യാണം ഒന്നും ആയില്ലേ മോളുടെ, അല്ലെങ്കിൽ മോൻ്റെ കല്യാണം ഒന്നും ആയില്ലേ, ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അല്ല, കല്യാണം ആയില്ലേ, അത് അവർക്ക് ചില കാരണങ്ങളും കൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയായിരിക്കും, കുറച്ചും കൂടി കഴിയട്ടെ എന്നായിരിക്കും, പഠിച്ച് ജോലി ആവട്ടെ, എന്തെങ്കിലും കാരണമായിരിക്കും. ചിലപ്പോൾ വല്ല ആൾക്കാരിപ്പോൾ ചില നല്ല ആലോചനകൾ വരില്ല, ചിലർക്ക് ചിലരെ ഇഷ്ടപ്പെടില്ല, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്താ ഇത്ര ആയാലും പറയുമ്പോൾ അവർ തന്നെ മറന്നിട്ട് ജീവിക്കായിരിക്കും. കാരണം ഇപ്പം എനിക്കെന്താ ഇനിയും കുറേ നാളെ മുന്നോട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് മെല്ലെ കഴിച്ചാൽ മതി എന്ന് തോന്നൽ വരുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും അവർക്കോ തോന്നും, ആ പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും അത് ശരി വൈകിപ്പോയോ, എന്താ എല്ലാവരും ഇങ്ങനെ ചോദിക്കല്, അങ്ങനെ ഒരു വിഷമം, ആ അച്ഛനും അമ്മയ്ക്കൊരു വിഷമം. എന്തിനാണ് ഈ വക ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്? അത് തെറ്റല്ലേ? കല്യാണം കഴിക്കാണ്ട് ആരും സന്തോഷമായിട്ട്, കല്യാണം തന്നെയാണോ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷം? ആണോ? കല്യാണം കഴിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റൂ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കല്യാണം കഴിയാതെ തന്നെ അച്ഛനും അമ്മയെ നോക്കണ മക്കളുണ്ട് എത്രയോ പേര്. അതുപോലെ അച്ഛനും അമ്മയും മക്കളെ അവസാനം വരെ നോക്കി ഇരിക്കുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ നോക്കുന്നവരുണ്ട്. പല രീതിയിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലേ? അപ്പോൾ അവരൊക്കെ അവരുടേതായ ഒരു മനോഭാവത്തിന് അവർക്കൊരു സന്തോഷം ഉണ്ടാവും അവരുടെ മനസ്സിന്. ഇന്ന രീതിയിൽ ഞാൻ ജീവിച്ചാലാണ് എനിക്ക് സന്തോഷം. ആ സന്തോഷം അവരുടെ സ്വന്തമാണ്, അത് നമ്മുടെ അല്ല. നമ്മളത് ചോദിക്കരുത്. കാരണം അവർക്കൊരു സന്തോഷം. ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് ആണോ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമായ ദാമ്പത്യമുണ്ട്, സന്തോഷം ഇല്ലാതെ അഭിനയിക്കുന്നതുണ്ട്, അല്ലേ? അഭിനയം തന്നെയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല കുടുംബജീവിതത്തിൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണെന്ന്. അപ്പോൾ ഈ അനാവശ്യമായ ചോദ്യം എന്തിനാണ്? ഈ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം ഉണ്ടാവില്ല, എന്നിട്ട് അവർ മറ്റൊരാളെ എന്താ കല്യാണം ഒന്നും ആയില്ലേ എന്ന് ചോദിക്കും. അതൊക്കെ അനാവശ്യമായ ഒരു ചോദ്യങ്ങൾ. ഒരുപാട് കല്യാണം കഴിക്കാൻ വൈകിയ പെൺകുട്ടികളൊക്കെ അവന്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെന്താ, എന്തിനാണ് എന്നെങ്ങനെ ചോദിക്കുന്നത്? ഈ ഉലുവാപ്പൊടി കുറച്ചേ ഉള്ളൂ. അപ്പൊ അവർക്കൊരു ഫംഗ്ഷനിലേക്ക് വരാനുള്ള മടി ഉണ്ടാവും. ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായം. ചിലര് പുളിയിഞ്ചിയിൽ കായ ഇടില്ല, പക്ഷെ എന്റെ വീട്ടിലിടും. അപ്പൊ അവര് ചില ബന്ധുക്കൾ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് മുൻവശത്ത് തന്നെ വരില്ല. കാരണം എന്താ അറിയാം, അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ മോളുടെ ഈ പ്രായമുള്ള കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയല്ലോ, അങ്ങനെ ഒരു ചോദ്യം. ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിച്ച നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് അവസാനിച്ച് പോയി. പക്ഷെ കേട്ട ആ കുട്ടിക്കും ആ വീട്ടുകാർക്ക് എത്ര ദുഃഖമാവെന്ന് ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ അവർ കല്യാണം ആലോചിച്ചുകൊണ്ടുണ്ടാവും, ആ കുട്ടിയുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ ആ കല്യാണം നടക്കുന്നുണ്ടാവില്ല, ജാതകദോഷോ അല്ലെങ്കിൽ കുട്ടിയെ ഇഷ്ടപ്പെടാണ്ടോ, അങ്ങനെ പല രീതിയിൽ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടാവും. നാക്ക് ഇത്ര നടന്നിട്ടില്ല നമ്മുടെ ഇവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ അത് മുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എത്ര മനോവിഷമം അനുഭവിച്ചുകൊണ്ടുണ്ടാവും. നമുക്ക് ചോദിക്കാം കുട്ടിയുടെ കല്യാണമൊക്കെ ആയോ ചോദിക്കാം. അതല്ലാതെ എന്താ കുട്ടിയുടെ കല്യാണം ഒന്നും ആയില്ലല്ലോ, ഇനി എന്നൊക്കെയാണ് വയസ്സ് ഇത്ര ആയല്ലോ തളർത്തി കളയരുതായിരുന്നു. നമ്മുടെ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ കണ്ട ആളല്ലേ നമ്മുടെ അബ്ദുൽ കലാംജി. ആൾ കല്യാണം കഴിച്ചിട്ടാണോ? സന്തോഷമായിട്ട് ജീവിച്ചില്ലേ? ആൾ നാടിൻ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആളുടെ സന്തോഷം കണ്ടെത്തിയില്ലേ? ആൾക്കതിലാണ് സന്തോഷം. ഈ ലോകത്തിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാനായ വ്യക്തി, അതിലാണ് ആൾക്ക് സന്തോഷം. നമ്മൾ നേരിട്ട് ഒരു ടിവിയിലൂടെയെങ്കിലും കണ്ടിട്ടില്ല ഒരു ലെജൻഡ്. ബാക്കിയൊക്കെ കേട്ടുകേഴ്വുകളാണ് ബാക്കിയുള്ളവർ. കല്യാണം കഴിച്ചില്ല, എന്നിട്ട് ആളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല, ആൾക്ക് കിട്ടേണ്ട ബഹുമതികളൊന്നും കിട്ടിയില്ലേ. പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി ഒരാളായ അടൽ ബിഹാരി വാജ്പേയി, അയാൾ നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ പല ഇതുണ്ട്. അപ്പൊ ഈ ലോകത്ത് സന്തോഷം എന്ന് പറയണത് ഒന്നില്
മാത്രം ഒതുങ്ങുന്നതല്ല, പല രീതിയിലുണ്ട്. ചിലർക്ക് ദാനം ചാരിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തും. ചിലർ ധ്യാനത്തിലായിരിക്കും, ചിലർ പൂജാ പുരസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിലർ കണ്ടുപിടിക്കും. ഇനി ചില ആൾക്കാർ ചില കൃഷി കാര്യങ്ങൾ ചെയ്തിട്ട്, ചില പൂന്തോട്ടങ്ങൾ വളർത്തിയിട്ട്, അച്ഛനമ്മമാരെ നോക്കിയിട്ട്, ഒരു കുടുംബത്തിനെ നോക്കിയിട്ട്, ഭാര്യയെ നോക്കിയിട്ട്, ഭർത്താവിനെ നോക്കിയിട്ട്, ഓരോരുത്തർക്കും ഓരോ രീതി സന്തോഷങ്ങളാണ്. മക്കളെ നോക്കിയിട്ട്, മക്കളെ അച്ഛനമ്മേനെ നോക്കിയിട്ട്, അങ്ങനെ മൃഗങ്ങളെ സംരക്ഷിച്ച്, അങ്ങനെ ഓരോ രീതിയിലും ഓരോരുത്തർക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ഈ സമ്പൂർണ്ണ ജഗത്ത്, ഈ സമ്പൂർണ്ണ ലോകം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരുടെ അച്ഛൻ മരിച്ചിട്ട് ആ അമ്മയുടെ 2 ആങ്ങളമാർ കല്യാണേ കഴിക്കാണ്ട് ഈ സഹോദരി മക്കളെ നോക്കി നിൽക്കുന്നു. അപ്പൊ അവർക്ക് അതിനാണ് സന്തോഷം. അവരൊരു കല്യാണം കഴിക്കേണ്ട പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്ന ചില നന്മയുള്ള കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും. പിന്നെ ഒന്നുണ്ട്, ഈ ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷം. മക്കള് കല്യാണം കഴിഞ്ഞു ഒരു 3-4 വർഷം മക്കളില്ലാന്ന് പറഞ്ഞാൽ മക്കളില്ലേ, എന്താ കുറവ്, ഡോക്ടർക്ക് പോകാനില്ലേ, അയ്യോ ഒരു കുട്ടിയും കൂടി ഇല്ലാണ്ട് എന്ത് ചെയ്താ അങ്ങനെ പറയും അവരുടെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ അവർക്ക് പൊതുവെ അവർക്കൊരു സങ്കടം ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അവരെന്ത് വിചാരിക്കും, അയ്യോ ദൈവമേ ഇങ്ങനെ ചോദിക്കണം. ചിലര് മക്കളെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജീവിക്കാന്ന് അവരവരുടെ തീരുമാനമല്ല അതൊക്കെ. അതും നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇപ്പൊ മക്കളുള്ളവരൊക്കെ ആ അച്ഛനും അമ്മേനെ മക്കൾ നോക്കുന്നുണ്ടോ? അവരുടെ സംരക്ഷണത്തിലാണോ എല്ലാവരും കഴിയുന്നത്? അല്ലല്ലോ. എവിടെയോ 1000-ൽ ഒരു പകുതി പേര് മക്കൾ നോക്കുന്നുണ്ടാവും. അല്ലാതെ മക്കൾ നോക്കുന്നത് എന്താ ഉറപ്പ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അനാഥാശ്രമങ്ങളൊക്കെ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ മക്കൾ ഉണ്ടായാൽ തന്നെയാണ് അവർക്ക് ജീവിതം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതും അനാവശ്യ ചോദ്യം. ഈ മക്കളില്ലാത്തത് കൊണ്ട് അവർ സ്നേഹത്തിലല്ലാന്നും പറയാൻ പറ്റില്ല. എത്രയോ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവർ കാണുന്നുണ്ടാവും, ദൈവമേ ഈ മകൻ അവിടെ കൊണ്ടുവിട്ടു, മകൾ ഇവിടെ കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ. അപ്പൊ അതിനേക്കാളും നല്ലത് മക്കളില്ലാതെ ഞങ്ങളാണ് ഭാഗ്യശാലികൾ. ആ ദുഃഖം പോലും ഇല്ലല്ലോ. ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവും ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും, അതുപോലെ അവർ സ്നേഹിക്കുന്നുണ്ടാവും. അതിലവർ സ്നേഹം കണ്ടെത്തുന്നുണ്ടാവും. അവർ ഈ ലോകം കാണുകയല്ലേ. അപ്പൊ സമസ്ത ലോകവും സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ സ്നേഹിക്കാൻ പല മാർഗങ്ങളും ഉണ്ട്. അല്ല ഒരു മാർഗം ഇല്ലെങ്കിൽ നിനക്ക് സ്നേഹമില്ല, നിനക്ക് ജീവിതമില്ല എന്ന് ഒരാളുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ പണ്ടത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നീ ഒരിക്കലും നന്നാവില്ല എന്ന് ഒരാളുടെ വിധി എഴുതാൻ നമ്മൾ നിൽക്കരുത്. അങ്ങനെ ഒരാൾ നിൽക്കുന്നവരുണ്ടെങ്കിൽ, അത് കേട്ട് ഡിപ്രഷനായിട്ട് ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അവർ തീർച്ചയായിട്ടും നേരത്തെ അമ്മ പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ്, എൻ്റെ വഴിയാണ്, ആ വഴി തടസ്സം നിൽക്കരുത്, മാറി നിൽക്കുക വന്നിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. നല്ല ആദ്യത്തെ ഒരു ഓണദിവസത്തിൻ്റെ അടുത്തതിലൂടെ നല്ലൊരു മെസ്സേജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അറിയണത് ഇങ്ങനെ എന്തായാലും ചിലർ ഇതൊക്കെ അനുഭവങ്ങളാണ്, നമുക്ക് പലരും ചോദിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ അങ്ങനെ അനുഭവങ്ങൾ പങ്കിടാൻ കാരണം ഞാൻ തെറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ തെറ്റിൽ നിന്നാണ് ശരി അല്ലേ? നമ്മുടെ അക്ഷരം പഠിക്കുമ്പോൾ എങ്ങനെയാ തെറ്റി എഴുതിയിട്ടാണ് പഠിക്കുക. അത് അമ്മ മനസ്സിലാക്കണം. ഈ പറയുന്ന അമ്മ അത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കണം. നമ്മള് ഇത് ഓഫ് ചെയ്യണം. എന്താ പറയുക, ഒന്നും കൂടി ഇരുന്നിട്ട് കട്ട് ചെയ്യാവും. അപ്പൊ അത് കറക്റ്റ് ആവും. ഓഫ് ചെയ്തു. അപ്പൊ ഇത് അമ്മയും കൂടി മനസ്സിലാക്കണം കേട്ടോ പറഞ്ഞേക്കെ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പുളിയിഞ്ചി. ഇത് അമ്മയും കൂടി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞേക്കെ. ഈ തെറ്റ് ചെയ്തവരെ ക്ഷമിക്കണം, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. അവിടെയാണ് പോയിന്റ് ബി നോട്ട്. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇവിടെ ചീത്ത പറയില്ലേ, വഴക്ക് പറയില്ലേ, അതാണ് ഇവ പറയുന്നത്. അവർക്കല്ല, ആ തെറ്റല്ല ഞാൻ പറയുന്നത്. ചെറിയ കുഞ്ഞു കുറുമ്പല്ല. അപ്പൊ ഈ പരുവത്തിൽ ഇത് നമ്മൾക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ തണുക്കുന്ന സമയത്ത് ഇത് കറക്റ്റാവും. എന്നിട്ട് നമ്മൾ ഒരു ചില്ല് കുപ്പിയിലാക്കി വെച്ചാൽ കുറേ ദിവസത്തിനാവും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി, ഇത് ഞാൻ കൂട്ടു, ഇവൻ ചിലപ്പോൾ ഒന്ന് തൊട്ട് ഞാൻ കൂട്ടും അങ്ങനെ പറയരുത്. അപ്പോൾ ഇത് തൊട്ട് നക്കുക തന്നെയല്ലേ ചെയ്യാ. പായസം കുടിക്കുമ്പോൾ ഒന്നും കുടിക്കില്ലല്ലോ. അല്ലമ്മ, ഇത് പിന്നെ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കുക ചെയ്യാ, തൊട്ട് നക്കുക തന്നെ ചെയ്യാ. അപ്പൊ ഇതുപോലെ എനിക്കറിയുന്ന ചില ഓണവിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സാരി ഉടുത്ത് അമ്പുക്കുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞു. നാളെ മിക്കവാറും സാരി ഉടുത്തിട്ടായിരിക്കും വരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പുളിയിഞ്ചിനൊപ്പം പുളിയിഞ്ചി മാത്രം കൂട്ടി ഉണയിക്കാനാണ് നമ്മൾ വിളിക്കുന്നത്. നല്ല എന്തോ വേറെ എവിടത്തെ മത്തിയാണ് അല്ലേ, നമ്മുടെ നാടൻ മത്തിയല്ല. അല്ല, എവിടെ നിന്ന് എന്നുള്ള ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതാണ്. അതെ, എന്തോ വേറെ മത്തി ആയിക്കോട്ടെ. അതെ, അങ്ങനെ ചുണ്ട് കൂടിട്ടിട്ട്. പക്ഷെ കറി വെച്ചപ്പോൾ നല്ല സ്വാദുണ്ട്. അത് ഞാൻ കുറച്ച് വറുക്കാൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. കറി ഇന്നലത്തെ വെച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വന്നാൽ അതൊക്കെ കുട്ടി ഞാൻ ചോദിച്ചു തരാം. ഇവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. അപ്പൊ ബൈ. അപ്പൊ പുളിയിഞ്ചി വെച്ച് നോക്കണേ ഈ രീതിയിൽ. ഇതെന്റെ അമ്മ വയ്ക്കുന്ന രീതിയാണ്. ഓക്കെ.